മനസ്സ് മാറുമെന്ന് തോന്നിയിരുന്നെങ്കിൽ അതിനെത്ര കാലം കാത്തിരിക്കാനും ഞങ്ങളെല്ലാവരും തയ്യാറാണ്. പ്രിയൻ ഈ കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കില്ല. കാരണം അവന്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയുണ്ട്. പ്രിയൻ ആ പെൺകുട്ടിയെ ജീവന് തുല്യം സ്നേഹിക്കുന്നുമുണ്ട്. പ്രിയൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ചേട്ടനോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? പ്രിയന്റെ കമ്പനിയുടെ MD കൈലാഷാണ് എന്നോട് പറഞ്ഞത്. എന്തിനാ മോനെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? എന്താ മോനെ? എനിക്ക് അങ്കിളിനോട് ചില കാര്യങ്ങൾ പേഴ്സണലായിട്ട് പറയാനുണ്ട്. അത് ശോഭാന്റെ മുന്നിൽ വെച്ച് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന. അതെന്താ ശോഭയുടെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റാത്ത കാര്യം? പ്രിയനെ തുളസിയെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് അങ്കിളിന് നിർബന്ധമുണ്ടോ? അങ്കിളിന് തുളസിക്ക് വേണ്ടി വേറെ ആരെങ്കിലും ആലോചിച്ചൂടെ? എന്താ മോൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവനെ ഞാൻ കുട്ടിക്കാലം മുതൽ കാണുന്നതല്ലേ. പ്രിയൻ നല്ലൊരു പയ്യനല്ലേ. പ്രിയനെ പോലെ നല്ലൊരു പയ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവനിൽ നിന്നും പലതും പഠിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെന്താ മോനെ പ്രശ്നം? തുളസിയെ പ്രിയനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നത് ഞങ്ങള് കാരണവന്മാര് പണ്ടെടുത്ത തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങൾ എടുക്കുമ്പോ പ്രിയനും തുളസിക്കും എത്ര പ്രായം ഉണ്ടാവും? കല്യാണം പോലെ സീരിയസ് ആയ ഒരു കാര്യം തീരുമാനിക്കാനുള്ള ബോധം അവർക്കന്ന് ഉണ്ടായിരുന്നു എന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ? മോൻ എന്താ ഉദ്ദേശിക്കുന്നത്? മനുഷ്യരുടെ മനസ്സ് ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും. ഇത്രയും വർഷങ്ങൾക്കിടയിൽ അവരുടെ മനസ്സിൽ മറ്റൊരു ആഗ്രഹവും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് അവരോട് കാര്യമായിട്ട് സംസാരിക്കാതെ ഈ കല്യാണം തീരുമാനിച്ചാൽ അത് വലിയൊരു പ്രശ്നത്തിലായിരിക്കും ചെന്ന് അവസാനിക്കുക. മോൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ച് വളച്ചു കെട്ടി സംസാരിക്കുകയാണ്. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയൂ. അങ്കിൾ, പ്രിയന് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവൻ ആ പെൺകുട്ടിയെ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കുട്ടിക്കാലത്ത് അങ്കിളിന് തന്ന വാക്കിന്റെ പേരിൽ പ്രിയന്റെ സമ്മതം പോലും ഇല്ലാതെയാണ് ആന്റി ഈ കല്യാണം നടത്താൻ ശ്രമിക്കുന്നത്. ആന്റി പ്രിയനെ ഒരുപാട് നിർബന്ധിച്ചിട്ടാ ഇതെല്ലാം ചെയ്യിക്കുന്നത്. അങ്കിള് പറഞ്ഞതുപോലെ പ്രിയൻ ഈസ് എ ഗുഡ് ഗൈ, എ വെരി ഗുഡ് ഗൈ. അവൻ കാരണം ആരും വിഷമിക്കരുതെന്ന് കരുതി അവന്റെ വിഷമം ഉള്ളിലൊതുക്കി നേറി ജീവിക്കുക. ബാക്കിയുള്ളവർക്ക് വേണ്ടി ചിരിച്ചുകൊണ്ട് സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെക്കുന്ന ഒരാളാണ് പ്രിയൻ. അവൻ കുടുംബത്തിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അങ്കിളിനും അറിയാലോ. അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണമെന്നല്ലാതെ പ്രിയന്റെ ജീവിതത്തിൽ വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. ആ ആഗ്രഹമെങ്കിലും നമ്മൾ നടത്തി കൊടുക്കണ്ടേ? അങ്കിൾ പ്രിയനെ നിർബന്ധിച്ച് തുളസിയെ കല്യാണം കഴിപ്പിച്ചാൽ ബാധിക്കപ്പെടുന്നത് അവന് മാത്രമല്ല, തുളസിയും കൂടിയാണ്. ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കൂടെ ജീവിക്കുന്നത് നരകവേദന അനുഭവിക്കുന്നതിന് തുല്യമാ. നമ്മളായിട്ട് ആ വേദന അവർക്ക് കൊടുക്കണോ? ഇതിനെപ്പറ്റി ഇതുവരെ പ്രിയൻ എന്റെ അടുത്ത് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അവൻ പറയാൻ ശ്രമിച്ചപ്പോ ശോഭാന്റെ ഇടപെട്ട് കാണും. അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ എനിക്ക് മോന്റെ ഭാഗത്തുനിന്ന് ഒരുറപ്പ് വേണം.
അമ്മവ ഞാൻ പ്രിയ